നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ജനുവരി 8 ദക്ഷിണ ചൈന കടലിൽ വെച്ചാണ് USS എബ്രാഹാം ലിങ്കൻ ലൈവ് എക്സസൈസ് ആണ്. പതിവ് പോലൊരു ദിവസം. ആ ദിവസമാണ് അവർക്കൊരു പെട്ടെന്നൊരു കോള് വരികയാണ്. പുതിയ ഉത്തരവുകൾ, പുതിയ ദൗത്യം, പുതിയ മേഖല, പാക്ക് ചെയ്യുക, പുറപ്പെടുക പേർഷ്യൻ ഗൾഫിലേക്ക്. അടുത്ത ആഴ്ചയുള്ള ഈ നിമിഷം തന്നെ അത്യന്തം നിർണായകമാണ്. അമേരിക്കയ്ക്ക് ഏകദേശം 11ഓളം എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഉണ്ട്. പക്ഷെ ഏറ്റവും ശക്തിയുള്ളത് പെന്റഗൺ അറിയാം, എബ്രാഹാം ലിങ്കനാണ്. എബ്രാഹാം ലിങ്കനോട് പുറപ്പെട്ടാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗൾഫിലേക്ക്. എന്താണ് സംഭവിക്കുന്നത്? പറക്കുന്ന ഒരു ഒരു എയർഫോഴ്സ് എന്ന് പറയാൻ സാധിക്കും. 5000-ഓളം ആളുകളും ഏകദേശം 1072 വിമാനവാഹിനികളുമായി പുറപ്പെടുന്ന ഈ ഒരു എയർക്രാഫ്റ്റ് കാരിയർ. അമേരിക്കയ്ക്ക് വേറെ ഒരുപാടുണ്ട്. ജോർജ് വാഷിങ്ടൺ, റൂസ്വെൽറ്റ്, പിന്നെ അതോടൊപ്പം ജെറാഡ് ഫോൾഡ്. ഇതിനൊന്നും സമയത്തെത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ അമേരിക്ക ഈ പറയുന്ന സൗത്ത് ദക്ഷിണ ചൈനയിൽ നിന്ന് അത്യന്തം നിർണായകമായിട്ടുള്ള ചൈന കടലിൽ നിന്ന് ഒരു വിമാനവാഹിനി കപ്പലിനെ പിന്തിരിപ്പിച്ചുകൊണ്ട് പേർഷ്യൻ കടലിലേക്ക് വരണമെങ്കിൽ അതൊരു സൂചനയല്ല, എന്തോ മനസ്സിൽ കരുതിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ് ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് പറയുമ്പോൾ വെറും വാക്കല്ല, അതിന് പുറകിൽ രേഖാചിത്രം വരച്ചിട്ടായിരിക്കുമോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് പറയുന്നത്. അതായത് ഇസ്രായേലിനറിയാം, അമേരിക്കയ്ക്ക് അറിയാം, ഇറാനും അറിയാം. മല്ലാക്ക കടലിടക്കിൽ ഇന്നലെ പറയും നമ്മുടെ എബ്രാഹാം ലിങ്കൺ വന്നപ്പോൾ സ്റ്റാർബോർഡ് സൈഡിൽ 2ഓളം ഇറാനിയൻ ചരക്ക് കപ്പൽ അവർ യാത്രയിലാണ്. ഷാങ്ഹായിലേക്കുള്ള യാത്രയിൽ അവർ ഫോട്ടോ എടുക്കുകയായിരുന്നു, വീഡിയോ എടുക്കുകയായിരുന്നു. IRGC കമാൻഡോസ് സെന്ററിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു. എന്തു പറയാൻ, എബ്രാഹാം ലിങ്കന്റെ പൊസിഷൻ എത്ര നിമിഷങ്ങൾ കൊണ്ട്, എത്ര ദിവസങ്ങൾ കൊണ്ട് പേർഷ്യൻ കടലിലേക്ക് വരും, എത്ര വിമാനങ്ങൾ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. തയ്യാറെടുപ്പുകൾ രണ്ട് കൂട്ടരും ചെയ്യുകയാണ്, അമേരിക്കയും ഇറാനും ഇസ്രായേലും. ഇസ്രായേലിലാണെങ്കിൽ വൻ തയ്യാറെടുപ്പാണ്. കാരണം ജൂണിലെ അവസ്ഥ തിരിച്ചു വരിക അസാധ്യമാണ്. കാരണം ജൂണിൽ ഏകദേശം 10-20ഓളം പേര് മരിക്കുകയും ലക്ഷക്കണക്കിന് ബിൽഡിങ്ങുകൾക്ക് നാശനഷ്ടം വരികയും ചെയ്തു. ദാറ്റ് ഹയർ എയർ ഡിഫൻസ് സിസ്റ്റം അവർ വിന്യസിക്കുന്നു. ജനങ്ങൾ ബങ്കറിലേക്ക് മാറാൻ അവർക്ക് ഉത്തരവിടുന്നു. സ്കൂളുകൾ അടയ്ക്കുന്നു. അതോടൊപ്പം തന്നെ വിമാന കമ്പനികൾ വിമാനങ്ങളെ പുറത്തു കടത്തുന്നു. വൻ സുരക്ഷയും വൻ തരത്തിലുള്ള തയ്യാറെടുപ്പുമാണ് മിഡിൽ ഈസ്റ്റിൽ. എന്താണ് എല്ലാവർക്കും അറിയാൻ സാധിക്കും എന്താണ് സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു പോയിരിക്കുന്നു. കാരണം അമേരിക്ക ക്ഷമ നശിച്ചിരിക്കുന്നു. കാരണം ഇറാനെ പറ്റി എല്ലാവർക്കും അറിയാം. പക്ഷെ വർഷങ്ങൾ എടുത്തിരിക്കുന്നു അമേരിക്ക മനസ്സിലാക്കാൻ. എന്തോ പെറുമ്പാക്കല്ല, ഇത്രയോളം 5000 പേര് താമസിക്കുന്ന ഈ ഒരു കാരിയറിന് വെറും ഒരു തമാശക്കായിട്ടല്ല, ഒരു സൂചന കൊടുക്കാൻ വേണ്ടിയല്ല അയച്ചിരിക്കുന്നത്. ഇറാന്റെ ഈ പറയുന്ന എയർ ഡിഫൻസിനെ തകർക്കാൻ ഇന്നത്തെ അവസ്ഥയിൽ അമേരിക്ക അറിയാൻ സാധിക്കുന്നത് ഒരുപക്ഷെ എബ്രാഹാം ലിങ്കന് മാത്രമായിരിക്കും. കാരണം അഡ്വാൻസ്ഡ് ആണ്. ജൂണിന് ശേഷം ഒരുപാട് തയ്യാറെടുപ്പുകൾ ഇറാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ F-35ന്റെയും അതോടൊപ്പം അഡ്വാൻസ് സിസ്റ്റം ആയിട്ടുള്ള, കാരണം റഡാറിൽ കണ്ടേ പറ്റൂ ഇൻകമിങ് മിസൈലുകളെ. ഈ പറയുന്ന എബ്രാഹാം ലിങ്കൻ ആണ് ഹൂതികളുമായുള്ള യുദ്ധത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വളരെ നല്ല നോളജ് ഉണ്ട് എങ്ങനെയായിരിക്കും ഇൻകമിങ് മിസൈൽസ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് 18 മാസം മുമ്പ് ലിങ്കൻ വന്നു പോയതാണ് പേർഷ്യൻ കടലിടുക്കില്. ആ ഒരു പരിചയമുള്ള ക്രൂ ആണ് വരാൻ പോകുന്നത്. ഇത് ചെറുമുര തയ്യാറെടുപ്പല്ല മക്കളെ നടക്കുന്നത്. ആരായും എന്താകും എന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ ഇരു കൂട്ടരും ഒരുങ്ങി തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു. ഡിയാഗോ ഗാർസയിൽ അമേരിക്കയുടെ മറ്റുള്ള നാവികസേന വരുന്നു. അവിടെ ഒരു വലിയൊരു ഹബ്ബാക്കി മാറ്റുകയാണ് അവര്. സാധനങ്ങൾ, ചരക്ക് കപ്പലുകൾ വരുന്നു, സാധനങ്ങൾ ഇറക്കുന്നു, വിമാനങ്ങൾ ഇറക്കുന്നു. ഡിയാഗോ ഗാർസയിൽ വൻ ഒരുക്കങ്ങൾ. എന്തിനു വേണ്ടിയാണ്? സ്റ്റേറ്റ് ഓഫ് ഹോർമൂസിന് എന്ത് വില കൊടുത്തും അവിടെ ഒരു കാരണവശാലും പിടിക്കപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ അതിനെ അപകടാവസ്ഥയിലേക്ക് ആക്കാതിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വൻ തയ്യാറെടുപ്പാണ്. എന്തായിത്തീരും ഒരുപക്ഷെ ഇന്നോ നാളെയോ, എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ടോ ശനിയാഴ്ചയോ ആയിരിക്കും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ ആയിരിക്കാം. ഒരു കാര്യം നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കണം. അമേരിക്കയുടെ ഈ പറയുന്ന ഈ വരാൻ പോകുന്ന വാഷിങ്ടൺ എന്ന് പറയുന്ന ചില്ലറക്കാരല്ല. 290 ദിവസമായിട്ട് കടലിൽ തന്നെയാണ്. ലോകത്തിലുള്ള അമേരിക്ക ഇന്ന് നമ്പർ 1 ലോക ശക്തിയായി മാറിയിരിക്കുന്നത് 11ഓളം വിമാനവാഹിനി കപ്പലുകൾ കൊണ്ടാണ്. 11 അതിൽ എത്ര ദിവസം വേണമെങ്കിലും കടക്കാം.
റഷ്യയുടെ വിമാനവാഹിനി കപ്പലുകൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല പോർട്ടിൽ നിന്ന്. ഒരെണ്ണം ഉണ്ടായിരുന്ന കുട്സ്കോവ് എന്നോ മറ്റു പേരാ, അതിന്റെ ഒരു അവിടെ ബോംബിട്ട് തീർത്തിരിക്കുകയാണ് മറ്റേ ഉക്രൈൻകാര്. ചൈനയ്ക്ക് മാക്സിമം 90 ദിവസത്തിൽ കൂടുതൽ കടലിൽ നിൽക്കാൻ സാധിക്കില്ല. ക്യൂൻ എലിസബത്ത് ആരുടെ, ബ്രിട്ടന്റെ, അതിന് മാക്സിമം 60 ദിവസം. അപ്പോഴാണ് 290 ദിവസമായി ഈ പറഞ്ഞ ജോർജ് വാഷിങ്ടൺ കടലിലാണ്, പരിശീലനമാണ്. യുദ്ധം ജയിക്കുന്നത് കപ്പൽ കൊണ്ടല്ല, അവർ വഹിക്കുന്ന വിമാനങ്ങൾ കൊണ്ടാണ്. F-35 70ഓളം ഫ്ലീറ്റുകളാണ് അവരിക്കുന്നത്. എന്തായി തീരുമെന്ന് കാത്തിരുന്ന് കാണാം. ഒരു മെസ്സേജ് വളരെ വ്യക്തമായി കൊടുത്തിരിക്കുകയാണ് അമേരിക്ക ഒരുങ്ങിയിരിക്കുകയാണ്. ഇത് അമേരിക്ക മെസ്സേജ് കൊടുക്കുകയാണ്. യുദ്ധം ഒരുപക്ഷെ ആസന്നമായിരിക്കുകയാണ്. ഇത് വെറും വാക്കായി തീരും എനിക്കുള്ള പ്രതീക്ഷയില്ല. എന്തായി തീരും, ഒഴിവാക്കാൻ സാധിക്കുമോ നമുക്ക് അറിഞ്ഞുകൂടാ. അതോ IRGC കേന്ദ്രങ്ങൾ തകർക്കാനും അവരുടെ കമാൻഡ് സെന്റർ ഇല്ലാതാക്കാനുമുള്ള ശ്രമമാണോ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം, ഒരുങ്ങിയിരിക്കുക, കലുഷിതമാണ്. എപ്പോൾ വേണമെങ്കിലും യുദ്ധം പ്രതീക്ഷിക്കാം. കാരണം ഈ ജോർജ് വാഷിങ്ടണിനെ വെറും ഒരു സൂചന മാത്രം നൽകാൻ വേണ്ടി വിളിച്ചു വരുത്തില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഏതെങ്കിലും അവിടെ ഇവിടെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു വിമാനവാഹിനി കപ്പലിനെ കൊണ്ടുവന്നാൽ മതി. സ്പെസിഫിക്കലി ജോർജ് വാഷിങ്ടൺ വരുന്നത് യുദ്ധം ചെയ്യാനാണ്, ആരേക്കും എന്തൊക്കെയോ പഠിപ്പിക്കാനാണ്. ഇറാൻ എന്തായി തീരും, ഇറാൻ തിരിച്ചടിക്കുമോ, ഇറാന്റെ തിരിച്ചടിയിൽ എന്തൊക്കെ പൊളിയും എന്ന് കാത്തിരുന്ന് കാണാം നമുക്ക്.